നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ പുതുവത്സര ദിനത്തിൽ നാട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ കാണാതായ മലയാളി സൈനികൻ വിഷ്ണുവിനെ കണ്ടെത്തി. ഇന്നലെ രാത്രി ബാംഗ്ലൂരിൽ നിന്നാണ് വിഷ്ണുവിനെ പോലീസ് കണ്ടെത്തിയത്. എലത്തൂർ പോലീസായിരുന്നു വിഷ്ണുവിനെ കണ്ടെത്തിയിരിക്കുന്നത്. സാമ്പത്തിക പ്രയാസം കാരണം നാട്ടിൽ നിന്നും മാറി നിന്നതാണ് എന്ന് വിഷ്ണു പോലീസിന് മൊഴി നൽകി. വിഷ്ണുവിന്റെ ചില സുഹൃത്തുക്കളിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ബാംഗ്ലൂരിൽ എത്തിയത്. മുംബൈയിലും ബാംഗ്ലൂരിലും കൂട്ടുകാർക്കൊപ്പം താമസിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നാട്ടിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. നാട്ടിൽ നടന്ന കാര്യങ്ങൾ താൻ അറിഞ്ഞിരുന്നില്ല എന്നതടക്കമുള്ള ഒരു വിശദീകരണമാണ് സൈനികൻ വിഷ്ണു നൽകിയിരിക്കുന്നത്. വിഷ്ണുവിനെ എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു. കഴിഞ്ഞ മാസം 17-നാണ് പുനെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അവധിക്ക് നാട്ടിലേക്ക് തിരിച്ച വിഷ്ണുവിനെ കാണാതായത്. കോഴിക്കോട് സ്വദേശിയായ വിഷ്ണുവിനെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കളാണ് പോലീസിൽ പരാതി നൽകിയത്. സൈനികരുടെ നേതൃത്വത്തിലും വിഷ്ണുവിനായി അന്വേഷണം നടത്തിയിരുന്നു. എലത്തൂർ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള 4-അംഗ പോലീസ് സംഘത്തിന്റെ അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഇപ്പോൾ വിഷ്ണുവിനെ കണ്ടെത്തിയിരിക്കുന്നത്. വിഷ്ണുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പുനെ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തിരുന്നു. വിഷ്ണു 20 ദിവസത്തെ അവധിക്ക് വേണ്ടിയിട്ടാണ് പുനെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പോയത് എന്നതടക്കമുള്ള മൊഴിയായിരുന്നു ഉദ്യോഗസ്ഥർ നൽകിയത്. ജനുവരി 5 വരെയായിരുന്നു അവധി അനുവദിച്ചിരുന്നത്. ഈ മാസം 16-ന് വിഷ്ണു ക്യാമ്പിൽ നിന്നും പോയി. ക്യാമ്പിൽ വിഷ്ണുവിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. അവധിയായതിനാൽ നാട്ടിലേക്ക് വരികയാണെന്ന് അമ്മയെ ഫോണിൽ വിളിച്ച് വിഷ്ണു അറിയിച്ചിരുന്നു. പിറ്റേ ദിവസം പകൽ 2:15 ബന്ധുക്കളെ വിളിച്ചു. അമ്മയെ വിളിച്ച് താൻ കണ്ണൂരിലെത്തിയെന്ന് പറഞ്ഞു. എന്നാൽ രാത്രി വൈകിയും കാണാത്തതിനെ തുടർന്ന് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നീടാണ് എലത്തൂർ പോലീസിൽ പരാതി നൽകിയത്. ATM കാർഡിൽ നിന്ന് 15,000 രൂപ പിൻവലിച്ചതായി പോലീസ് കണ്ടെത്തിയിരുന്നു. സൈനികരുടെ നേതൃത്വത്തിൽ പുനെയിലും അന്വേഷണം നടത്തിയിരുന്നു. എന്തായാലും ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് സൈനികനെ കണ്ടെത്തിയെന്നത്. ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് സംഘം പൂനെയിലേക്ക് പോയിരുന്നു. സൈബർ വിദഗ്ധൻ ഉൾപ്പെടെയുള്ള സംഘമായിരുന്നു പൂനെയിലേക്ക് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോയത്. മഹാരാഷ്ട്ര പോലീസുമായി ബന്ധപ്പെട്ടു. അന്വേഷണത്തിൽ അമ്മയെ വിളിച്ച് കണ്ണൂരിലെത്തിയെന്ന് പറഞ്ഞ വിഷ്ണുവിന്റെ മൊബൈൽ ഫോൺ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ അവസാന ടവർ ലൊക്കേഷൻ കണ്ണൂരിൻ്റെതല്ല എന്ന് അന്വേഷണ സംഘത്തിന് വിവരം കിട്ടി. വിഷ്ണുവിന്റെ അവസാന ടവർ ലൊക്കേഷൻ പൂനെയിലെ ലോണാവാലയിലാണെന്നാണ് കണ്ടെത്തിയത്. ഇതോടെയാണ് അന്വേഷണ സംഘം പൂനെയിലേക്ക് തിരിച്ചത്. എന്തായാലും അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ സൈനികനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന ആശ്വാസ വാർത്ത പുറത്തുവരികയാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം നാട്ടിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ട് മാറി നിൽക്കുകയായിരുന്നു. എന്തായാലും സൈനികനെ കണ്ടെത്തിയെന്നത് വലിയ ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.